ഒരു അറ്റോമിക് ഓർബിറ്റൽ എന്ന് പറയുന്നത് എന്താ ഒരു ക്വാണ്ടം മെക്കാനിക്കൽ കൺസെപ്റ്റാണ്. ആ കൺസെപ്റ്റ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്? സൈ എന്ന് പറയുന്ന വേവ് ഫംഗ്ഷനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ എന്ത് പറയുന്നത് ഒരു ഓർബിറ്റലിൻ്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ സൈ എന്ന് പറയുന്ന ഈ ടേമിന് വലിയ ഒരു ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ഒന്നും ഇല്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഇറ്റ് ഓൺലി റെപ്രസെൻറ്റ്സ് ദി ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രോൺ വേവ്. ഇലക്ട്രോൺ വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡ് മാത്രം കാണിക്കുന്ന ഒരു കാര്യമാണ് ഈ സൈ. അല്ലാതെ അതിന് വലിയ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ഒന്നും ഇല്ല. നമ്മളിപ്പോൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ഓർബിറ്റലിൻ്റെ ഷേപ്പിനെ കുറിച്ചാണ്. ഷേപ്സ് ഓഫ് ഓർബിറ്റൽസ്. നമ്മൾ പറഞ്ഞു ഡിഫറെൻറ്റ് ഓർബിറ്റൽസ് ഹാവ് ഡിഫറെൻറ്റ് ഷേപ്പ്. എങ്ങനെയാണിത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന വേവ് ഫംഗ്ഷനിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ സൈ എന്ന് പറയുന്ന വേവ് ഫംഗ്ഷനെ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ഒന്നും ഇല്ലെങ്കിലും സൈ സ്ക്വയറിന് എന്തുണ്ട്? ഒരു ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ഉണ്ട് എന്ന് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. അതായത് സൈ സ്ക്വയർ ഈസ് ദി പ്രോബബിലിറ്റി ഡെൻസിറ്റി. അതായത് ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ കാണപ്പെടാൻ സാധ്യത കൂടിയ ആ സാധ്യതയെ കാണിക്കുന്ന ഒരു ടേമാണ് എന്ത്? സൈ സ്ക്വയർ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അതിനെ പ്രോബബിലിറ്റി ഡെൻസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഷേപ്പ് ഓഫ് ഓർബിറ്റൽസ് മനസ്സിലാക്കാൻ നമ്മൾ ഈ സൈ സ്ക്വയറിനെ ഡിസ്റ്റൻസ് ഓഫ് ഇലക്ട്രോൺ ഫ്രം ദി ന്യൂക്ലിയസ് ആർ എന്ന് പറയുന്നു എഗെയിൻസ്റ്റ് സൈ സ്ക്വയർ. ഇതിനെ നമ്മൾ ഇങ്ങനെ പ്ലോട്ട് ചെയ്താൽ നമ്മൾ ഇപ്പോൾ 1s എന്ന് പറയുന്ന ഓർബിറ്റലിൻ്റെ കേസ് എടുക്കുക. എസ് ഓർബിറ്റലാണ് ഒന്നാമത്തെ ഏറ്റവും ആദ്യത്തെ ഓർബിറ്റൽ, 1s ഓർബിറ്റൽ. ഈ ഓർബിറ്റലിനെ നമ്മളിങ്ങനെ പ്ലോട്ട് ചെയ്ത് നമുക്ക് കിട്ടുന്ന ഒരു പ്ലോട്ട് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അതായത് ന്യൂക്ലിയസിൽ നിന്നും അകന്നു പോകുന്നതോറും പ്രോബബിലിറ്റി കുറഞ്ഞ് വരുന്നു, 0 ആവുന്ന അവസാനം. അപ്പോൾ ഏറ്റവും പ്രോബബിലിറ്റി കൂടുതൽ എവിടെയാണ്? ന്യൂക്ലിയസിന് ഏറ്റവും അടുത്താണ്. അതേസമയം നമ്മൾ 2s എന്ന് പറയുന്ന ഒരു ഓർബിറ്റലിൻ്റെ ഇതേ പ്ലോട്ട് വരച്ച് നോക്കുക. 2s അഗെയിൻ സൈ സ്ക്വയർ അഗെയിൻസ്റ്റ് ആർ. 2s ആണ്. ആർ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്താൽ അല്ലെങ്കിൽ പ്ലോട്ട് ചെയ്താൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ആദ്യം ഇങ്ങനെ ഡിക്രീസ് ചെയ്ത് വന്നിട്ട് 0-ലെത്തുന്നു. പിന്നെ എന്ത് ചെയ്യുന്നു? പിന്നെ അതൊരു ഗ്രാജുവൽ ഇൻക്രീസ് ചെയ്ത് പിന്നെയും ഡിക്രീസ് ചെയ്ത് 0-ലെത്തുന്നു. ഇങ്ങനെയാണ് നമ്മൾ 2sൻ്റെ പ്ലോട്ട് നമുക്ക് ലഭിക്കുക. അപ്പോൾ നമുക്കതിൻ്റെ മനസ്സിലായി. ആദ്യം തന്നെ എന്ത് ചെയ്യുന്നു? ന്യൂക്ലിയസ് നിന്ന് അകന്നു പോകും തോറും എന്ത് ചെയ്യുന്നു? ഈ പ്രോബബിലിറ്റി കുറഞ്ഞ് വന്ന് 0 ആകുന്നു. അപ്പോൾ ഇവിടെ എന്താണ്? ഇവിടെ ഇലക്ട്രോൺ കാണാനുള്ള പ്രോബബിലിറ്റി 0 ആണ്. അവിടെ ഇലക്ട്രോൺ ക്ലൗഡ് കാണുന്നേ ഇല്ല. ഏതിൽ? 2s ഓർബിറ്റലിൽ. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്ത് ചെയ്യുന്നു? പ്രോബബിലിറ്റി കൂടി വന്ന് പിന്നെയും കുറഞ്ഞ് 0 ആകുന്നു. അപ്പം ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത് ഈ 2 റീജിയനാണ് 2sനുള്ളത്. ഇലക്ട്രോൺ ക്ലൗഡിൻ്റെ 2 റീജിയൻ. അതിൽ ഒരു റീജിയനിൽ 2 റീജിയൻ്റെ ഇടയിൽ ഒരു റീജിയൻ ഉണ്ട്. ആ റീജിയൻ പ്രത്യേകത എന്താണ്? ആ റീജിയൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവിടെ ഇലക്ട്രോൺ കാണാനുള്ള സാധ്യത വളരെ കുറവാണ്. അങ്ങനെയുള്ള ഒരു സ്ഥലത്തെയാണ്, അങ്ങനെയുള്ള ഒരു റീജിയനാണ് നമ്മൾ പൊതുവെ നോഡ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ വേറൊരു ടേം ഉണ്ട്, നോഡൽ പ്ലെയിൻ എന്നും പറയും. നോഡൽ പ്ലെയിൻ. അപ്പോൾ നമ്മൾ ആദ്യം എസ് ഓർബിറ്റലിൻ്റെ ഷേപ്പ് നമ്മളൊന്ന് കൺസിഡർ ചെയ്യുക. എസ് ഓർബിറ്റൽ നമ്മൾ നോക്കുക. എസ് ഓർബിറ്റൽ എന്ന് പറയുമ്പോൾ എസ് ഓർബിറ്റൽ 1sന് നമ്മൾ പറഞ്ഞാൽ അതിനൊരു സർക്കുലർ ഷേപ്പാണ്. അതിൻ്റെ എല്ലാ സ്ഥലത്തും എന്ത്? ഇലക്ട്രോൺ കാണാനുള്ള പ്രോബബിലിറ്റി, ഇലക്ട്രോൺ ക്ലൗഡ് കാണാനുള്ള പ്രോബബിലിറ്റി എല്ലായിടെയും ഒരുപോലെയാണ്. അപ്പോൾ ഇതിനൊരൊറ്റ റീജിയൻ മാത്രമേ ഉള്ളൂ. ഓക്കെ. അതേസമയം നമ്മൾ 2s കൺസിഡർ ചെയ്താൽ 2sന് 2 റീജിയൻസ് ഉണ്ടാവും. ഇങ്ങനെ 2 റീജിയൻസ് ഉണ്ടാവും. ആദ്യത്തെ റീജിയൻ്റെയും രണ്ടാമത്തെ റീജിയൻ്റെയും ഇടയിൽ ഒരു സർഫസ് ഉണ്ട്. ഈ സർഫസിൽ ഇലക്ട്രോൺ ക്ലൗഡ് കാണുന്നില്ല. അവിടെ പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ഇലക്ട്രോൺ ഈസ് 0. ഈ ഏരിയ ആണത്. ഈ ഏരിയ ആണ് നമ്മൾ എന്ത് പറയുക? നോഡ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ നോഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഇലക്ട്രോണ് കാണാൻ സാധ്യത 0മായ ഏരിയകളെയാണ് നമ്മൾ പൊതുവെ എന്ത് പറയുക? ഒരു ഓർബിറ്റലിലെ നോഡ് അല്ലെങ്കിൽ നോഡൽ പ്ലെയിൻ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും 1sന് നോഡില്ല. ദർ ആർ ഫോർ എ ഗിവൺ വാല്യൂ ഓഫ് n ദർ ആർ n-1 നോഡ്സ് ആണ്. n-1 നോഡാണ് ഉണ്ടാവുക. അതായത് ഇപ്പോൾ ഇത് 1s ഓർബിറ്റലാണ്, ഇത് 2s ഓർബിറ്റലാണ്. 1s ഓർബിറ്റലിൻ്റെ n വാല്യൂ എത്രയാണ്? 1 ആണ്. അപ്പോൾ 1 - 1 എന്ന് പറയുമ്പോൾ എത്രയാണ്? 0 ആണ്. അപ്പോൾ 1s എന്ന് പറയുന്ന ഓർബിറ്റലിന് എന്തില്ല? നോഡില്ല. അതേസമയം 2s എന്ന് പറയുമ്പോൾ അവിടെ എന്തായി? n-ൻ്റെ വാല്യൂ 2 ആയി. അപ്പോൾ 2 - 1 എന്ന് പറയുമ്പോൾ എന്തായി? 1.
ഒരു നോഡ് ഉണ്ടാവും. ഇപ്പോൾ 3s എന്ന് പറയുന്നതിന് എത്ര നോഡ് ഉണ്ടാവും? 2 നോഡ്സ് ഉണ്ടാവും. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് നമ്മൾ എസ് ഓർബിറ്റലിൻ്റെ ഷേപ്പ് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് നമ്മൾ ആലോചിക്കേണ്ട കാര്യം ഇവിടെ പറഞ്ഞ 2 പ്രധാനപ്പെട്ട പോയിന്റുകൾ, ഒന്ന് നോഡ്, പിന്നെ ഒന്ന് നോഡൽ പ്ലെയിൻ. ഇത് രണ്ടും ഒന്നാണ്. ഇപ്പോൾ ചില കേസിൽ അത് നോഡൽ പ്ലെയിൻ ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് പി ഓർബിറ്റലിൻ്റെ ഷേപ്പ് ഒന്ന് നോക്കാം. പി ഓർബിറ്റൽ എന്ന് പറഞ്ഞാൽ ദർ ആർ 3 ഡിഫറെൻറ്റ് ഓറിയൻറ്റേഷൻസ് ഫോർ ഇലക്ട്രോൺ ക്ലൗഡ്സ് ഇൻ പി ഓർബിറ്റൽ. നമ്മൾ സാധാരണ എക്സ് വൈ സെഡ് ഇങ്ങനെ 3 ആക്സിസിൽ അങ്ങനെയുള്ള ഒരു ഓറിയൻറ്റേഷൻ ആയിട്ടാണ് നമ്മൾ പി ഓർബിറ്റലിനെ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ 3 ഡിഫറെൻറ്റ് ടൈപ്പ് ഓർബിറ്റൽസിനെ നമ്മൾ സാധാരണയായിട്ട് പി എക്സ്, പി വൈ, പി സെഡ് എന്നിങ്ങനെ 3 പേരുകളിലാണ് പറയുന്നത്. ഇപ്പോൾ പി എക്സിൻ്റെ ഷേപ്പ് നമ്മൾ നോക്കിയാൽ ഇങ്ങനെ കാണാം. 3 ആക്സിസുകളാണിത്. ഒന്ന് ഇത് എക്സ് ആക്സിസ്, ദിസ് ഈസ് വൈ ആക്സിസ്, ദിസ് ഈസ് സെഡ് ആക്സിസ്. അപ്പോൾ ഇതിൽ 2 റീജിയൻ ഉണ്ടാവും. പി ഓർബിറ്റലിന് 2 റീജിയൻ ഉണ്ടാവും. ആ 2 ലോബ്സ് എന്ന് നമുക്ക് പറയാം. ഈ 2 ലോബ്സിനും ഇടയിൽ ഇലക്ട്രോൺ കാണാൻ പ്രോബിലിറ്റി കുറഞ്ഞ ഒരു പ്ലെയിൻ ഉണ്ട്. ഈ പ്ലെയിനെ നമുക്ക് വേണമെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ നോഡൽ പ്ലെയിൻ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതാണ് പി എക്സ് എന്ന് പറയുന്ന ഓർബിറ്റലിൻ്റെ ഷേപ്പ്. ഈ ഷേപ്പിന് നമ്മൾ സാധാരണ ഡംബൽ ഷേപ്പ് എന്ന് പറയും. ഡംബൽ ഷേപ്പ് എന്ന് പറയും. ഓക്കെ, 2 ലോബ്സോട് കൂടിയിട്ട് അതിൻ്റെ നടുവിൽ എന്താണ്, അതിൻ്റെ ഒത്ത മധ്യഭാഗത്തായിട്ട് ഇലക്ട്രോൺ കാണാനുള്ള പ്രോബിലിറ്റി കുറഞ്ഞ ഒരു പ്ലെയിൻ ഉണ്ട്. ആ പ്ലെയിനെയാണ് നമ്മൾ എന്ത് പറയുക, നോഡൽ പ്ലെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും പി വൈ എന്ന ഓർബിറ്റലിനെ നമുക്ക് ഇങ്ങനെ വരക്കാം. പി, ഇത് എക്സ് ആണ്, ഇത് വൈ ആണ്, ഇത് സെഡ് ആണ്. പി വൈ എന്ന് പറയുന്ന ഓർബിറ്റലിനെ നമുക്ക് ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം. സ്വാഭാവികമായിട്ടും പി സെഡ് എന്ന് പറയുന്ന ഓർബിറ്റലിനെ എക്സ് വൈ സെഡ് എലോങ് സെഡ് ആക്സിസ് ആണ് അതിൻ്റെ ലോബ്സ് ഉണ്ടാവുക. അവിടെ നോഡൽ പ്ലെയിൻ ഉണ്ടാവും. ഓക്കെ, ഇതാണ് എന്ത്, ഇത് പി വൈ എന്ന് പറയുന്ന ഓർബിറ്റലാണ്. ഇത് പി സെഡ് എന്ന് പറയുന്ന ഓർബിറ്റലാണ്. അങ്ങനെ 3 ടൈപ്പ് ഓർബിറ്റൽസ് അടങ്ങിയതാണ് എന്ത്, 3 പി ഓർബിറ്റൽ എന്ന് പറയുന്നത്. അതൊക്കെ പി എക്സ്, പി വൈ, പി സെഡ്, 3 ഓറിയൻറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ ഇത് ഡംബൽ ഷേപ്പ് എന്നാണ് നമ്മൾ സാധാരണയായിട്ട് പി ഓർബിറ്റലിന് സാധാരണയായിട്ട് പറയുക. കാരണം എന്താണെന്ന് വെച്ചാൽ 2 റീജിയൻ ഉണ്ട്. 2 റീജിയൻ്റെ നടുവിലായിട്ട് ഇലക്ട്രോൺ കാണാനുള്ള പ്രോബിലിറ്റി കുറഞ്ഞ ഒരു പ്ലെയിൻ ഉണ്ട്. ആ പ്ലെയിനെയാണ് നമ്മൾ എന്താ പറയുക, നോഡൽ പ്ലെയിൻ എന്ന് പറയുന്നത്. ഈ ഷേപ്പിനെ നമ്മൾ സാധാരണ പറയുന്ന പേര് ഡംബൽ ഷേപ്പ് എന്നാണ്. അപ്പോൾ ഇതാണ് പി ഓർബിറ്റലിൻ്റെ ഷേപ്പുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ. ഇനി നമ്മൾ അവസാനമായിട്ട് ഡി ഓർബിറ്റലിൻ്റെ ഷേപ്പിനെ പറ്റി ഒന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. ഈ ഡി ഓർബിറ്റലിന് 5 ഡിഫറെൻറ്റ് ടൈപ്പ് ഓർബിറ്റൽസ് ഉണ്ട് എന്നാണ്, 5 ഓറിയൻറ്റേഷൻസ് ഉണ്ട് എന്നാണ് നമ്മൾ നേരത്തെ പഠിച്ചിരുന്നത്. അതിൻ്റെ പേരുകൾ നമുക്കിങ്ങനെ പറയാം. ഒന്ന് ഡി എക്സ് വൈ, ഡി എക്സ് സെഡ്, ഡി വൈ സെഡ്, ഡി എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ, ഡി സെഡ് സ്ക്വയർ. ദീസ് ആർ ദി 5 ഡിഫറെൻറ്റ് ഓർബിറ്റൽസ് ഓഫ് ഡി. ഡി എന്ന് പറയുന്നതിൻ്റെ 5 ഡിഫറെൻറ്റ് ഓർബിറ്റൽസ് ആണ്, ഓറിയൻറ്റേഷൻസ് ആണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ 3 എണ്ണം ഡി എക്സ് വൈ, ഡി എക്സ് സെഡ്, ഡി വൈ സെഡ് എന്ന് പറയുന്ന ഈ 3 ഓർബിറ്റൽസിൻ്റെ കേസിൽ അതിന് മാക്സിമം പ്രോബബിലിറ്റി ഓഫ് ഇലക്ട്രോൺസ്, മാക്സിമം ഡെൻസിറ്റി ഓഫ് ഇലക്ട്രോൺസ് ബിറ്റ്വീൻ ദി ആക്സസ് ആയിരിക്കും. ആക്സിസുകൾക്ക് ഇടയിലായിരിക്കും എന്ത്, ഇലക്ട്രോൺ കാണാനുള്ള പ്രോബബിലിറ്റി കൂടുതൽ, അല്ലെങ്കിൽ ഇലക്ട്രോൺ ക്ലൗഡ് കൂടുതൽ എവിടെ ഉണ്ടാവുക, ഈ ബിറ്റ്വീൻ ദി ആക്സസ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ 3 ഓർബിറ്റൽസ് ഒന്ന് വരച്ചു നോക്കുക. അപ്പോൾ ഡി എക്സ് വൈ ആണ് ഞാൻ ആദ്യം വരയ്ക്കുന്നത്. ദിസ് ഈസ് എക്സ് ആക്സിസ്, ദിസ് ഈസ് വൈ ആക്സിസ്. ഈ ആക്സസിൻ്റെ ഇടയിലാണ് എന്ത് വരുന്നത്, ഈ ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുതൽ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ പേരെന്താണ്, ദിസ് ഓർബിറ്റൽ ഈസ് കോൾഡ് ഡി എക്സ് വൈ. ഓക്കെ, ഇനി അതേപോലെ നമുക്ക് ഡി എക്സ് സെഡ് വരച്ചാൽ ഇതേപോലെ തന്നെ വരക്കാം. ദിസ് ഈസ് എക്സ് ആക്സിസ്, ദിസ് ഈസ് സെഡ് ആക്സിസ്. ഇതിൻ്റെ ഇടയിലാണ് എന്ത് വരിക, ഈ 2 ആക്സിസുകൾക്കും ഇടയിലാണ് ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുതലുണ്ടാവും. അപ്പോൾ ഈ ഓർബിറ്റലിൻ്റെ പേര് ഡി എക്സ് സെഡ്. ഇനി ഇതേപോലെ നമുക്ക് അടുത്തത് ഡി വൈ സെഡും നമുക്ക് ഇതേപോലെ തന്നെ വരക്കാം. ഡി വൈ സെഡ് എങ്ങനെയാണ് വരക്കുക, എങ്ങനെയായിരിക്കും,
ദിസ് ഈസ് വൈ ആക്സിസ്, ദിസ് ഈസ് സെഡ് ആക്സിസ്. ഇതിൻ്റെ ഇടയിലാണ്, ഈ രണ്ട് ആക്സിസുകൾക്കും ഇടയിലാണ് എന്തുള്ളത്, ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുതലുള്ളത്. ഇനി അടുത്തത് ഡി എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലോബ്സ് ഉണ്ടാവുക എലോങ് എക്സ് ആക്സിസ് ആൻഡ് വൈ ആക്സിസ് ആയിരിക്കും. എക്സ് ആക്സിസിൻ്റെയും വൈ ആക്സിസിനും എലോങ് ആയിട്ടാണ് ആ ലോബ്സ് ഉണ്ടാവുക. അപ്പം നമുക്കതിൻ്റെ ഷേപ്പ് ഇങ്ങനെ വരക്കാം. ദിസ് ഈസ് എക്സ് ആക്സിസ്, ദിസ് ഈസ് വൈ ആക്സിസ്. അതിൻ്റെ ഷേപ്പ് ഇങ്ങനെയാണ് ഉണ്ടാവുക. ഓക്കെ, ദിസ് ഈസ് ഡി എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. ഇനി അവസാനത്തെ ഡി സെഡ് സ്ക്വയർ എന്ന് പറയുന്ന ഓർബിറ്റലിന് ഡംബൽ ഷേപ്പാണ്. ആ ഡംബൽ ഷേപ്പ് എവിടെയാണ്, എലോങ് സെഡ് ആക്സിസ് ആയിരിക്കും. സെഡ് ആക്സിസിന് എലോങ് ആയിട്ടാണ് ആ ഡംബൽ ഷേപ്പ് ഉണ്ടാവുക. പിന്നെ അതേപോലെ തന്നെ ഒരു കോളർ ഉണ്ടാവും എറൗണ്ട് സെഡ് ആക്സിസ്, സെഡ് ആക്സിസിന് ചുറ്റും ഒരു കോളർ ഉണ്ടാവും. അങ്ങനെയാണ് ഈ ഡി സെഡ് സ്ക്വയർ എന്ന് പറയുന്ന ഓർബിറ്റൽ ഉണ്ടാവുക. അതിൻ്റെ ഷേപ്പ് ഏകദേശം ഇങ്ങനെയായിരിക്കും. ഇത് എക്സ് ആക്സിസ്, ദിസ് ഈസ് സെഡ് ആക്സിസ്. ഇവിടെയാണ് ആ ഡംബൽ ഷേപ്പ് ഉള്ളത്. ഇനി ഈ സെഡ് ആക്സിസിന് എറൗണ്ട് ഒരു കോളർ ഉണ്ടാവും, ഇങ്ങനെ ഒരു കോളർ ഉണ്ടാവും. ദിസ് ഈസ് ദി ഷേപ്പ് ഓഫ് ഡി സെഡ് സ്ക്വയർ ഓർബിറ്റൽ. അപ്പോൾ നമുക്ക് മനസ്സിലായി 5 ഡിഫറെൻറ്റ് ടൈപ്പ് ഓർബിറ്റൽസ് ഉണ്ട്, ഡിഫറെൻറ്റ് ഓറിയൻറ്റേഷൻസ് ഉണ്ട് ആർക്ക്, ഡി ഓർബിറ്റലിന്. അപ്പോൾ ഷേപ്സ് ഓഫ് ഡി ഓർബിറ്റൽ നമ്മൾ സാധാരണ ഡിസീസ് ഡി എക്സ് വൈ 5 എണ്ണമാണല്ലോ. ഏതൊക്കെയാണത്, ഡി എക്സ് വൈ, ഡി എക്സ് സെഡ്, ഡി വൈ സെഡ്, ഡി എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ, ഡി സെഡ് സ്ക്വയർ. ഈ ഓർബിറ്റൽസിൻ്റെ ഷേപ്പ് നിങ്ങളൊന്ന് ഓർമ്മിച്ച് വെക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചിലപ്പോൾ എക്സാമിനൊക്കെ ചോദിക്കാറുണ്ട്. ഇതിൻ്റെ പ്രോപ്പർട്ടീസ് ഒന്നും വലിങ്ങനായിട്ട് ചോദിച്ചില്ല. ഒരു ഷേപ്പ് ഓഫ് ഡി ഓർബിറ്റൽ നമുക്ക് കൂടുതൽ. അപ്പോൾ എഫ് എന്ന് പറയുന്ന ഓർബിറ്റലിന് 7 ഓറിയൻറ്റേഷൻസ് ഉണ്ടാവും, 7 ഡിഫറെൻറ്റ് ഓർബിറ്റൽസ് ഉണ്ടാവും. ഓക്കെ, നിങ്ങൾക്കിത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമ്മളിനി ഇവിടെ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ പഠിച്ച കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആറ്റങ്ങളിലെ ഓർബിറ്റൽസിൽ എങ്ങനെയാണ് ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുന്നത് എന്നാണ് നമ്മളിനി പറയാൻ പോകുന്നത്. ഇപ്പോൾ ഇലക്ട്രോൺസ് ഈ അറ്റോമിക് ഓർബിറ്റൽസിൽ ഫില്ല് ചെയ്യാൻ നമ്മൾ പ്രധാനമായിട്ടും 3 റൂൾസാണ് ഉപയോഗിക്കുന്നത്. ആ റൂൾസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്നാമത്തെ റൂള് ഓഫ് ബോ പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിളാണ്. ഓഫ് ബോ പ്രിൻസിപ്പിൾ. ഓഫ് ബോ എന്ന് പറഞ്ഞാൽ ഒരു ജർമ്മൻ വേർഡാണ്. അതിൻ്റെ അർത്ഥം ബിൽഡിംഗ് അപ്പ് എന്നാണ്. അപ്പോൾ ഈ ഓഫ് ബോ പ്രിൻസിപ്പിൾ പ്രകാരം എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, ഈ അറ്റോമിക് ഓർബിറ്റൽസിൽ ഇലക്ട്രോൺ ഫില്ല് ചെയ്യപ്പെടുന്നത് ഇൻ ദി ഇൻക്രീസിങ് ഓർഡർ ഓഫ് ദെയർ എനർജീസ് എന്നാണ് പറയുന്നത്. സ്റ്റാർട്ടിങ് ഫ്രം ദി ഓർബിറ്റൽ വിച്ച് ഹാവ് എ ലോവസ്റ്റ് എനർജി. ഏറ്റവും കുറഞ്ഞ ഓർബിറ്റൽ ആദ്യം നിറഞ്ഞ് പിന്നെ അതിനേക്കാളും കൂടിയത് ഇങ്ങനെ കൂടി വരുന്നത്. അപ്പോൾ ബിൽഡിംഗ് അപ്പ് എന്നുള്ള അർത്ഥത്തിലാണ് അതിനെ ഓഫ് ബോ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അതായത് അറ്റോമിക് ഓർബിറ്റൽസിൽ ഇലക്ട്രോൺ ഫില്ല് ചെയ്യപ്പെടുന്നത് ഇൻ ദി ഇൻക്രീസിങ് ഓർഡർ ഓഫ് ദെയർ എനർജിയാണ്. എനർജി കൂടി വരുന്ന ക്രമത്തിലാണ് അറ്റോമിക് ഓർബിറ്റൽസിൽ ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് വളരെ ലളിതമായിട്ട് മനസ്സിലാക്കാനുള്ള എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മളിവിടെ ഒരു ഡയഗ്രാം വരയ്ക്കുന്നു. 1s ഓർബിറ്റൽ. ഇത് ഒന്നാമത്തെ മെയിൻ എനർജി ലെവലിൽ ഒരു ഓർബിറ്റൽ മാത്രമേ ഉള്ളൂ 1s എന്ന് പറയുന്നത്. സമയം രണ്ടാമത്തെ മെയിൻ എനർജി ലെവലിന് 2 ഓർബിറ്റൽസ് ഉണ്ടാവും, 2s 2p. 2 ഓർബിറ്റൽ എന്നല്ല, 2 സബ് എനർജി ലെവൽസ് ഉണ്ടാവും, 2s ഉം 2p യും. ഇതിൽ മൂന്നാമത്തേൽ എങ്ങനെ ഉണ്ടാവും, 3s 3p 3d. നാലാമത്തേൽ 4s 4p 4d 4f. അഞ്ചാമത്തേന് 5s 5p 5d 5f. ദെൻ ആറാമത്തത് 6s 6p 6d. ഏഴാമത്തേന് 7s 7p. ഇങ്ങനെയാണ് അതിൻ്റെ പോക്ക്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നോക്കിയാൽ നമുക്കിവിടെ ഒരു ആരോ മാർക്ക് ഇട്ടിട്ട് ഇതിൻ്റെ ഫില്ലിങ് എങ്ങനെയാണെന്ന് കാണിക്കാൻ പറ്റും. ഇപ്പോൾ ഒന്നാമത്തെ 1sന് നമ്മളിങ്ങനെ ഒരു ക്രോസ് ആയിട്ടൊരു ആരോ മാർക്ക് ഇടുന്നു. 1s നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞു. പിന്നെ നമ്മൾ അടുത്തതായിരിക്കും 2s കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഇതേ രീതിയിലുള്ള ക്രോസ് ആയിട്ടുള്ള നമ്മൾ ആരോ മാർക്ക് ഇട്ടാൽ 2s കഴിഞ്ഞാൽ 2p. പിന്നെ ഏതാണ് 3s. പിന്നെ ഏത് വരും 3p. പിന്നെ ഏതാണ് വരുന്നത് 4s. പിന്നെ ഏതാണ് 3d 4p 5s. പിന്നെ
4d 5p 6s, പിന്നെ 4f 5d 6p 6s, പിന്നെ 5f 4d 7p. ഈ രീതിയിലാണ് ഇവിടെ എനർജി ഇൻക്രീസ് ചെയ്ത് വരുന്നത്. ഈ രീതിയിലാണ് ഓർബിറ്റൽസിലേക്ക് ഇലക്ട്രോൺ ഫില്ല് ചെയ്യപ്പെടുന്നത്. ഇപ്പോൾ ഈ ഡയഗ്രാം നമ്മൾ ഓർമ്മിച്ച് വെച്ചാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഓഫ് ബോ പ്രിൻസിപ്പിൾ മനസ്സിലാവും. അപ്പോൾ 1s ഓർബിറ്റൽ എന്ന് അറിഞ്ഞതിന് ശേഷം 2s എന്ന് പറയുന്നു, പിന്നെ 2p എന്ന് അറിയുന്നു. ഇങ്ങനെയാണ് അതിൻ്റെ കണക്ക്. ഓക്കെ, അപ്പോൾ ഇതാണ് ഓഫ് ബോ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ പ്രിൻസിപ്പിളാണ് പോളീസ്, PAULI പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ എന്താണ് സംഭവം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഡെഫിനിഷൻ ഇങ്ങനെയാണ് പറയുന്നത്. നോ ടു ഇലക്ട്രോൺസ് in the same atom can have values for all the four quantum numbers. For all the four quantum numbers. അതായത് ഒരാറ്റത്തിലുള്ള ഏതെങ്കിലും 2 ഇലക്ട്രോണുകൾക്ക് ക്വാണ്ടം നമ്പേഴ്സ് 4ഉം ഒരേപോലെ വരില്ല എന്നാണ് അർത്ഥം. 3 വരെ ഒരേപോലെ ആവാം, പക്ഷേ 4ാമത്തെ എന്തായിരിക്കും? ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ അങ്ങനെ നോക്കിയാൽ നമുക്ക് n ചിലപ്പോൾ ഒന്നിലധികം ഉണ്ടാവും, എല്ലും ഉണ്ടാവും, എമ്മും ഉണ്ടാവും. പക്ഷേ എസ് എന്ന് പറയുന്നത് 2 വാല്യൂസ് മാത്രമേ ഉള്ളൂ. ഒന്ന് +12 ഉണ്ട്, പിന്നെ ഒന്ന് -12 ഉണ്ട്. അപ്പോൾ ഈ എല്ലും എന്നും എമ്മും ഒരേപോലെ ആയാലും എസ് എന്ന് പറയുന്നത് ഒന്നുകിൽ +12 ആയിരിക്കും അല്ലെങ്കിൽ -12 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഒരു ഓർബിറ്റലിൽ മാക്സിമം 2 ഇലക്ട്രോണുകൾ മാത്രമേ ഉൾക്കൊള്ളാൻ സാധിക്കൂ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നൊരു പ്രിൻസിപ്പിളാണ് പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. ഒരു ഓർബിറ്റലിൽ 2 ഇലക്ട്രോണുകൾക്ക് മാത്രമേ അഫോർഡ് ചെയ്യാൻ പറ്റൂ, 2 ഇലക്ട്രോണുകളെ മാത്രമേ അഫോർഡ് ചെയ്യാൻ പറ്റൂ. ഒന്നിൻ്റെത് +12 ആണെങ്കിൽ മറ്റേത് -12 ആയിരിക്കും. അത് ഓപ്പോസിറ്റ് സ്പിന്നുള്ള 2 ഇലക്ട്രോണുകളാണ് എവിടെ ഉണ്ടാവുക? ഒരു ഓർബിറ്റലിൽ ഉണ്ടാവുക. ഇതാണ് പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. ഇത് രണ്ടാമത്തെ പ്രിൻസിപ്പിളാണ്. ഇനി മൂന്നാമത്തെ റൂളാണ് ഹൺസ് റൂൾ. ഹൺസ് റൂൾ സാധാരണയായിട്ട് ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി എന്നാണ് അറിയപ്പെടുന്നത്. മാക്സിമം മൾട്ടിപ്ലിസിറ്റി, ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി. ഇതെന്താണ് പറയുന്നതെന്ന് ചോദിച്ചാൽ പെയറിംഗ് ഓഫ് ഇലക്ട്രോൺ നടക്കണമെങ്കിൽ, പെയറിംഗ് ഓഫ് ഇലക്ട്രോൺ ഒരു ഓർബിറ്റലിൽ പെയറിംഗ് ഓഫ് ഇലക്ട്രോൺ നടക്കണമെങ്കിൽ, അതായത് എങ്ങനെയുള്ള ഓർബിറ്റലായിരിക്കണം അത്? ഒരേ എനർജിയുള്ള ഓർബിറ്റലുകളിൽ പെയറിംഗ് ഓഫ് ഇലക്ട്രോൺ നടക്കണമെങ്കിൽ ആ ഓരോ ഓർബിറ്റലിലും എന്ത് വേണം? ഈച്ച് ഓർബിറ്റൽ ഈസ് സിംഗ്ലി ഒക്യുപ്പൈഡ് ആയിരിക്കണം. ഓരോ ഇലക്ട്രോണുകൾ ഉള്ള ഓരോ ഓർബിറ്റലിലും ഓരോ ഇലക്ട്രോണുകൾ വന്ന് നിറഞ്ഞതിന് ശേഷം മാത്രമേ എന്ത് നടക്കൂ? അവിടെ പെയറിംഗ് ഓഫ് ഇലക്ട്രോൺ നടക്കൂ എന്നാണ് ഹൺസ് റൂള് പറയുന്നത്. ഞാനൊരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം. ഇൻ ദി കേസ് ഓഫ് നൈട്രജൻ അറ്റോമിക് നമ്പർ 7 ആണ്. നമ്മൾ അതിൻ്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതിയാൽ 1s2 2s2 2p3 ആണ് അല്ലേ? 2p3 ആണ്. 2p3 എന്ന് പറഞ്ഞാൽ p എന്ന് പറയുന്നത് 3 ഓർബിറ്റൽസ് ആണല്ലോ. ഏതൊക്കെയാണ്? 2px ഉണ്ട്, 2py ഉണ്ട്, 2pz ഉണ്ട്, നേരത്തെ പറഞ്ഞതുപോലെ. നമുക്ക് ഇതിൻ്റെ കോൺഫിഗറേഷൻ ഒന്നും കൂടി മാറ്റി എഴുതിയാൽ 1s2 2s2 2px 2py 2pz ഇങ്ങനെ 3 ഓർബിറ്റലിലേക്ക് ഇലക്ട്രോൺ കൊടുക്കുമ്പോൾ 3 ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെയാണ് എഴുതേണ്ടത്. 1 2px1 2py1 2pz1 എന്നാണ് എഴുതേണ്ടത്. അല്ലാണ്ട് ഇതിൽ ഓരോന്നിലും ഓരോ ഇലക്ട്രോണുകളായി ഇത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ എന്ത് നടക്കാൻ പാടുള്ളൂ? പെയറിങ് നടക്കാൻ പാടുള്ളൂ എന്നാണ് ഹൺസ് റൂള് പറയുന്നത്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ഓക്സിജൻ്റെ എഴുതി നോക്കുക. 1s2 2s2 2p4 തന്നെ എന്തായിരിക്കും? 2px1 2py1 2pz1. ഇനി ഒരു ഇലക്ട്രോണും കൂടി വേണം. അപ്പോൾ ഇതിൽ ഓരോന്നിലും ഓരോ ഇലക്ട്രോൺ. അടുത്ത ഇലക്ട്രോൺ എവിടെ വരുന്നു? 2pxലേക്ക് വരുന്നു. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം 2px2 2py1 2pz1. ഇതിനെ നമുക്കൊരു ഓർബിറ്റൽ ബോക്സിനെ കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്താൽ നമുക്ക് ഇങ്ങനെ വരയ്ക്കാം, കുറച്ചുകൂടി ക്ലിയർ ആവും. ദിസ് ഈസ് ദി 1s ഓർബിറ്റൽ, ദിസ് ഈസ് ദി 2s ഓർബിറ്റൽ. ഇതാണ് 2p എന്ന് പറയുന്ന ഓർബിറ്റലിനെ നമുക്ക് 3 ഡിഫറെൻറ്റ്
ഓർബിറ്റൽസ് ഉണ്ടാവും. അതിന് ഒന്നാമത്തെ പേര് 2px എന്നാണ്, ഇത് 2py എന്നാണ്, ഇത് 2pz എന്നാണ്. ഇപ്പോൾ 1s 2 എന്ന് പറഞ്ഞു, 2p1s2 ഇലക്ട്രോണിനെ നമ്മൾ സാധാരണയായിട്ട് ആരോ മാർക്കിട്ടിട്ട് കാണിക്കും. ഇത് ഇങ്ങനെയാണ്, മറ്റത് താഴോട്ടേക്കാണ്. അപ്പോൾ ഇത് ഇത് രണ്ടിനും ഓപ്പോസിറ്റ് സ്പിന്നാണ് അർത്ഥം. ഇതേപോലെ തന്നെ 2s2 2s 2 എന്ന് പറഞ്ഞു. ഇനി 2px1 2py1 2pz1 ഓരോന്നിലും സിംഗിളി ഓക്യുപ്പൈഡ് ആയി. ഇനി അടുത്ത പെയറിങ് നടക്കുന്ന 4 ഇലക്ട്രോൺ എന്ന് പറയുമ്പോൾ എവിടെയാണ് വരിക? 2px പെയറിങ് നടക്കും. അപ്പം ഇങ്ങനെയാണ് ഹൺസ് റൂൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. ഇനി നമ്മൾ എങ്ങനെയാണ് ഈ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയാണ് എഴുതുന്നത് എന്ന് നോക്കുക. അതായത് ഓരോ എലമെൻസിൻ്റെയും, ഇപ്പോൾ നമ്മൾ ആദ്യം പറയുന്നത് ഹൈഡ്രജനാണ്. ഹൈഡ്രജൻ്റെ അറ്റോമിക് നമ്പർ നമുക്കറിയാം 1 ആണ്. 1 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അതിൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ 1s1 എന്ന് എഴുതും. അപ്പോൾ അതിൻ്റെ ഓർബിറ്റൽ നമുക്ക് ഇങ്ങനെ എഴുതാം, 1s ഓർബിറ്റൽ മാത്രമേ ഉള്ളൂ. 1s 1 ഇലക്ട്രോൺ, 1s 1 ഇലക്ട്രോൺ. ഓക്കെ, ദിസ് ഈസ് ദി ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ഹൈഡ്രജൻ. നമ്മൾ അതുപോലെ ഹീലിയം പറയുന്നു. ഹീലിയം 2 ഇലക്ട്രോൺ ആയതുകൊണ്ട് 1s2. അതിൻ്റെത് എങ്ങനെയാണ്? ഇങ്ങനെയാണ് 1s, അതിൽ 2 ഇലക്ട്രോൺ, 1 ഇലക്ട്രോൺ ഇതാണ്, അടുത്ത ഇലക്ട്രോൺ ഇതാണ്, ഓപ്പോസിറ്റ് സ്പിന്നുള്ള 2 ഇലക്ട്രോണുകൾ. അടുത്തത് ലിഥിയത്തിൻ്റെ 1s2 3 അറ്റോമിക് നമ്പർ. 1s2 2s1 എന്ന് വരും. അപ്പോൾ ഇത് 1s ഓർബിറ്റലാണ്, ഇത് 2s ഓർബിറ്റലാണ്. ഇത് 1s, ഇത് 2s. 1s 2 2s 1. ഓക്കെ, ഇതേപോലെ ബെറീലിയം പറയുന്നു. ബെറീലിയം 4 1s2 2s2 എന്ന് വരും. അപ്പോൾ നമുക്കിങ്ങനെ എഴുതാം, ഇങ്ങനെ എഴുതാം 1s2 2s2. ഓക്കെ, അതുപോലെ ബോറോണിൻ്റെ 5 1s2 2s2 2p1. നമ്മൾ ശ്രദ്ധിക്കണം, 1s 2s 2p എന്ന് പറഞ്ഞാൽ 3 ഉണ്ടാവും. ഏതൊക്കെയാണത്? 2px 2py 2px 2py 2pz. ദിസ് ഈസ് 2s. ഇത് 2 ഇത് 2 2px 1. ഓക്കെ, 2px 1. ദാൻ അടുത്ത് കാർബൺ എന്ന് പറയുമ്പോൾ എന്തായി? 1s2 2s2 2p2. ഇപ്പോൾ 1s 2 2s 2 2px 2py 2pz 2px 1 2py 1. ഓക്കെ, ഹൺസ് റൂൾ വെച്ചിട്ട് ഇവിടെ തന്നെ പെയർ ചെയ്യാൻ പാടില്ല. ഇനി അടുത്ത് നൈട്രജൻ നോക്കുക. നൈട്രജൻ 7 ആണ്. 1s2 2s2 2p3 ആണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ വരക്കാം. ഈ രീതിയിൽ വരച്ച് പഠിച്ചാൽ നമുക്ക് കെമിക്കൽ ബോണ്ടിങ് എന്നുള്ള സ്ട്രക്ചർ, കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലർ സ്ട്രക്ചർ എന്നുള്ള ചാപ്റ്ററിലെ കെമിക്കൽ ബോണ്ടിങ് കൺസെപ്റ്റ് പല തരത്തിലുള്ള എന്ത് പറയുന്നുണ്ട് അവിടെ, കൺസെപ്റ്റുകൾ പറയുന്നുണ്ട്. അത് മനസ്സിലാക്കാൻ, പ്രത്യേകിച്ച് ഹൈബ്രിഡൈസേഷൻ എന്നുള്ള കൺസെപ്റ്റൊക്കെ മനസ്സിലാക്കാൻ ഈ രീതിയിൽ എഴുതി പഠിച്ചാൽ നമുക്ക് വളരെ ഈസിയാണ്. 2p എന്ന് മാത്രമേ, 2px 2py 2pz 1s2 2s2 2py 2px1 2py1 2pz1. then oxygen 8 1s2 2s2 2p4. നിങ്ങളൊന്ന് എഴുതി നോക്കണം, എല്ലാം ഒന്ന് എഴുതി നോക്കണം. ഓക്കെ, 1s 2 2s 2 2p 2px 1 2py 1 2pz 1, പിന്നെ ഇവിടെ പെയറിങ്. ഓക്കെ, 2px2 2py1 2pz1 എന്നാവും. അടുത്തത് ഫ്ലൂറിൻ ആണ്. ഫ്ലൂറിൻ 9 1s2 2s2 2p5. 1s 2 2s 2 2p 1s 2s 2px 2py 2pz. 1s 2 2s 2 2px1 2pz1 2px2 2py2. ഇത് നമ്മൾ അവസാനത്തെ, അതായത് 10ാമത്തെ നിയോൺ ഒന്ന് നോക്കാം. ഇങ്ങനെ വരും 1s2 2s2 2p6 എന്ന് വരും. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 1s 2 2s 2 2px 1s 2 2s 2 2px
2py 2pz. ഇവിടെ ഓരോന്ന് പിന്നെ ഓരോന്നിലും പെയർ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ വരും 1s2 2s2 2px2 2py2 2pz2 എന്ന് വരും. ഓക്കെ. ഇനി അടുത്ത സോഡിയം പറയുമ്പോൾ ഇതേപോലെ 3s അതിൻ്റെ അപ്പുറമുള്ള 3p ഇതേപോലെ തന്നെ അറിയുന്നു. ഇനി നമ്മൾ അടുത്തത് പൊട്ടാസ്യമാണ് പറയേണ്ടത്. സോഡിയം, മഗ്നീഷ്യം, അലൂമിനിയം, സിലിക്കൺ, ഫോസ്ഫറസ്, ക്ലോറിൻ, സൾഫർ, ക്ലോറിൻ, ആർഗൺ വരെ 3p6 വരെ ഇതേപോലെ അറിയും. അതായത് 3px2 3py2 3pz2 വരെ ആവും. ഇനി അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പൊട്ടാസ്യം പറയേണ്ടത്. പൊട്ടാസ്യം 19 ആണ്. 19 ആകുമ്പോൾ നമുക്കിത് ചുരുക്കിയിട്ടതാണ് 3p6 വരെ ആർഗണിൻ്റെതാണ്. അപ്പോൾ നമ്മൾ നോബൽ ഗ്യാസ് നൊട്ടേഷൻ വെച്ചിട്ട് എഴുതുന്ന നിങ്ങൾ ചെറിയ ക്ലാസ് പഠിച്ചിട്ടുണ്ടാവും. പൊട്ടാസ്യത്തിൻ്റെ നമ്മൾ ആർഗൺ എഴുതിയാൽ നമ്മൾ എവിടം വരെ എഴുതേണ്ട, ഈ ആർഗൺ കോൺഫിഗറേഷൻ വരെ എഴുതേണ്ട ആവശ്യമില്ല, ബാക്കി എഴുതിയാൽ മതി. ബാക്കി അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് 3p6 കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് രണ്ടെണ്ണമാണ്. ഒന്ന് 4s ആണ്, പിന്നെ ഒന്ന് 3d ആണ്. ഓക്കെ, 4s 3d ആണ്. ഇതിൽ നമ്മൾ നേരത്തെ ഓഫ് ബോ പ്രിൻസിപ്പിൾ പറഞ്ഞപ്പോൾ 4sനാണ് 3d ഓർബിറ്റലിനേക്കാണ് എനർജി കുറവ്. അപ്പോൾ ആദ്യം ഏത് ഫില്ല് ചെയ്യണം? 4s എന്ന് പറയണം. അപ്പോൾ ഇതിൻ്റെ പൊട്ടാസ്യത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇങ്ങനെയാണ് വരിക. അപ്പോൾ നമ്മൾ അതിൻ്റെ എഴുതിയാൽ ഇങ്ങനെ വരും. ദിസ് ഈസ് ദ 4s. ഇവിടെ നമുക്ക് എന്ത് എഴുതാം? ആർഗൺ എന്ന് എഴുതാം. 4s ഓർബിറ്റൽ. 3d എന്ന് പറയുമ്പോൾ 5 ഓർബിറ്റൽസ് ഉണ്ടാവും അല്ലേ? 1 2 3 4 5. ഇതാണ് 3d. അത് നമുക്ക് ഓരോന്നിനോരോ പേരിലുണ്ട്. dxy dxz vyz dx² - y² dz². 4sലാണ് ഇവിടെ നിറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഇത് വെയ്ക്കൻ്റ് ഓർബിറ്റൽ എന്നാണ് പറയുക. 3dയിൽ എന്തില്ല? ഇലക്ട്രോൺസ് ഇല്ല. അപ്പോൾ അത് വെയ്ക്കൻ്റ് ഓർബിറ്റലാണ്. അടുത്ത കാൽസ്യം. കാൽസ്യം നമ്മൾ എങ്ങനെ പറയും? 20 ആണ്. ആർഗൺ 4s2 എന്ന് വേണമെങ്കിൽ പറയാം. 3dയിൽ അവിടെയും വേക്കൻ്റ് ആണ് അല്ലേ? അപ്പോൾ എന്ത് പറയാം? 4sൽ 2 3dയിൽ എന്തില്ല? ഇലക്ട്രോൺസ് ഇല്ല. ഇങ്ങനെ കാണിക്കാം. ദിസ് ഈസ് ദി 3d ഓർബിറ്റൽ. ഓക്കെ. ഇനി നെക്സ്റ്റ് പറയുന്നു സ്കാൻഡിയം. 21. സ്കാൻഡിയം എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ പറയാം? ആർഗൺ 4s2 എന്ന് പറയുമ്പോൾ എന്താ? അതിൻ്റെ 2 നിറഞ്ഞു കഴിഞ്ഞു. പിന്നെയാണ് ഇതിൽ നിറയുക 3dയിലേക്ക് നിറയുക. അപ്പോൾ 3d1. ഓക്കെ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇലക്ട്രോൺ ഓർബിറ്റൽ സ്ട്രക്ചർ വരച്ചാൽ ഇങ്ങനെ ഉണ്ടാവും. ഇവിടെ ആർഗൺ ഉണ്ടാവും. ഇത് 4s ആണ്, ഇത് 3d ആണ്. 4sൽ 2, 3dയിൽ 1, 3d1. ഇതേപോലെ നമുക്ക് പലതും എഴുതി ടൈറ്റാനിയം എന്ന് പറയുമ്പോൾ 3d2 ആവും. അങ്ങനെ എത്ര വേണമെങ്കിലും നമുക്ക് എഴുതി പോകാം. ഓക്കെ. ഇനി നമ്മൾ ഒരു എക്സെപ്ഷൻ കേസസ് ആയിട്ട് പറയുന്ന 2 കോൺഫിഗറേഷൻസ് ഉണ്ട്. അതൊന്നാണ് ക്രോമിയം. അതിൻ്റെ അറ്റോമിക് നമ്പർ 24 ആണ്. പിന്നെ ഒന്ന് കോപ്പർ, അതിൻ്റെത് 29 ആണ്. ക്രോമിയത്തിന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇങ്ങനെയാണ് അല്ലേ? 1s2 2s2 2p6 3s2 3p6 4s2 3d4. ഇങ്ങനെ ഒരു കോൺഫിഗറേഷനാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അതായത് ആർഗൺ 4s2 3d4 ഇങ്ങനെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷേ അത് അങ്ങനെയല്ല സംഗതി. അതിൻ്റെ ശരിക്കുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ, ആക്ച്വൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഈസ് ആർഗൺ 4s1 3d5 എന്നാണ്. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ പറയുമ്പോഴാണ് നമ്മൾ കംപ്ലീറ്റ്ലി ആൻഡ് ഹാഫ് ഫിൽഡ് സബ്ഷെൽസ് എന്നുള്ള പോയിന്റ് പറയേണ്ടത്. അതായത് ഈ 2 കോൺഫിഗറേഷനിലുള്ള ഒരു എലമെൻറ്റിന്, അതായത് കംപ്ലീറ്റ്ലി അല്ലെങ്കിൽ ഹാഫ് ഫിൽഡ് ഓർബിറ്റലുള്ള സബ്ഷെല്ലുകളുള്ള ഒരു എലമെൻറ്റിന് സ്റ്റെബിലിറ്റി കൂടുതലായിരിക്കും. ആ സ്റ്റെബിലിറ്റി എങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ 2 രീതിയിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഒന്നാമത്തത് അതിൻ്റെ സിമെട്രി. ഈ കംപ്ലീറ്റ്ലി ഫിൽഡ് അല്ലെങ്കിൽ ഹാഫ് ഫിൽഡ് കോൺഫിഗറേഷൻ ഗിവ്സ് മോർ സിമെട്രി. സിമെട്രി എന്ന് പറഞ്ഞാൽ സ്റ്റെബിലിറ്റി എന്നാണ് അർത്ഥം, മോർ സ്റ്റെബിലിറ്റി എന്നാണ് അർത്ഥം. അപ്പോൾ ഈ ഹാഫ് ഫിൽഡ് അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിട്ടുള്ള കോൺഫിഗറേഷൻ ഉള്ളതിന് സിമെട്രി കൂടുതലായിരിക്കും, അതുകൊണ്ട് തന്നെ അതിന് സ്റ്റെബിലിറ്റിയും കൂടുതലായിരിക്കും. രണ്ടാമത്തെ ഒരു കാരണം എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു ഡീജനറേറ്റ് ഓർബിറ്റൽ ആണ് വിചാരിക്കും, ഡീജനറേറ്റ് ഓർബിറ്റൽസ് ഉണ്ട് എന്ന് വിചാരിക്കും. ആ ഡീജനറേറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരേ എനർജിയുള്ള ഓർബിറ്റൽസിനെയാണ് നമ്മൾ പൊതുവെ ഡീജനറേറ്റ് ഓർബിറ്റൽസ് എന്ന് പറയാം.
അങ്ങനെയുള്ള ഓർബിറ്റൽസിൽ പാരലൽ സ്പിന്നുള്ള ഇലക്ട്രോൺസിനെ അതിൻ്റെ പൊസിഷൻസ് മാറ്റാൻ പറ്റും. ഓക്കെ, അങ്ങനെ പൊസിഷൻസ് മാറ്റുമ്പോൾ ഇലക്ട്രോൺ എക്സ്ചേഞ്ച് ചെയ്യാന്ന് വേണമെങ്കിൽ പറയാം. കുറേ എനർജി ആ സിസ്റ്റത്തിൽ കുറേ എനർജി അങ്ങ് കുറയും. എനർജി കുറയാന്ന് പറഞ്ഞാൽ കൂടുതൽ സ്റ്റെബിലിറ്റി എന്നാണ് അർത്ഥം. ഇങ്ങനെ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ റിലീസ് ചെയ്യുന്ന അല്ലെങ്കിൽ കുറയുന്ന എനർജിക്കാണ് നമ്മൾ എക്സ്ചേഞ്ച് എനർജി എന്ന് പറയാം. ഓക്കെ, അങ്ങനെയുള്ള എക്സ്ചേഞ്ച് എനർജി കുറഞ്ഞിട്ടാണ്, ആ എനർജി കുറയുമ്പോൾ ആ സിസ്റ്റത്തിന് അല്ലെങ്കിൽ എലമെൻറ്റിന് കൂടുതൽ സ്റ്റെബിലിറ്റി കിട്ടും. അങ്ങനെയും കാര്യം പറയാം. അപ്പോൾ ഇവിടെ അതാണ് സംഭവിക്കുന്നത്. ഇവിടെ ആ ക്രോമിയത്തിൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ ഫോറസ് സബ്ഷെല്ലിലുള്ള 2 ഇലക്ട്രോണുകളിൽ ഒരു ഇലക്ട്രോൺ 3Dയിലേക്ക് എക്സ്ചേഞ്ച് ചെയ്യുന്നു. ഓക്കെ, 3Dയിലേക്ക് പൊസിഷൻ മാറ്റുന്നു, ജമ്പ് ചെയ്യുന്നു. അപ്പോൾ എങ്ങനെയായി കോൺഫിഗറേഷൻ? 4s1 3d5. 3d5 എന്ന് പറയുമ്പോൾ അത് ഹാഫ് ഫിൽഡ് കോൺഫിഗറേഷൻ ആണ്. അതായത് കാരണം കംപ്ലീറ്റ്ലി ഫിൽഡ് എന്ന് പറഞ്ഞാൽ D10 ആണ്. അതിൻ്റെ നേരെ പകുതി എന്ന് പറഞ്ഞാൽ എന്താണ്? D5 ആണ്. അപ്പോൾ D5 എന്ന് പറയുന്ന കോൺഫിഗറേഷൻ മോർ സ്റ്റെബിലിറ്റി കൊടുക്കുന്നു എന്നതുകൊണ്ട് ഇവിടെ ഫോറസിലുള്ള 2 ഇലക്ട്രോണുകളിൽ ഒരു ഇലക്ട്രോൺ എവിടത്തേക്ക് ജമ്പ് ചെയ്യുന്നു? 3Dയിലേക്ക് ജമ്പ് ചെയ്യുന്നു. ഇതേപോലെ നമ്മൾ കോപ്പറിനെ നമ്മൾ പരിശോധിച്ചാൽ നമ്മൾ സാധാരണ എക്സ്പെക്ട് ചെയ്യുക 4s2 3d9 ആണ്. അപ്പോൾ അതിൻ്റെ കോൺഫിഗറേഷൻ എന്തായിരിക്കും? ആർഗൺ 4s1 3d10 ആയിരിക്കും. കാരണം ഇവിടെയും നമ്മൾ ഇവിടെ പറഞ്ഞതുപോലെ ഇവിടെ കംപ്ലീറ്റ്ലി ഫിൽഡ് ആകുന്നു, മോർ സിമെട്രി, മോർ സ്റ്റെബിലിറ്റി. ഇപ്പോൾ ഫോറസിലുള്ള 2 ഇലക്ട്രോണുകളിൽ ഒരു ഇലക്ട്രോൺ എവിടത്തേക്ക് ജമ്പ് ചെയ്യുന്നു? 3Dയിലേക്ക് ജമ്പ് ചെയ്യുമ്പോൾ എന്തായി? ഫോറസിലുള്ള 2 ഇലക്ട്രോണുകൾ ഒരു ഇലക്ട്രോൺ 3Dയിലേക്ക് ജമ്പ് ചെയ്യുമ്പോൾ 4s1 3d10 എന്നാകും. ഓക്കെ, ഇതേപോലെ നമ്മൾ ആലോചിക്കേണ്ടത് നമ്മൾ ഹാഫ് ഫിൽഡ് അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിട്ടുള്ള കോൺഫിഗറേഷൻസ്. ഉദാഹരണം P3, കാരണം Pയിൽ മാക്സിമം 6 ഇലക്ട്രോൺസ് ആണ് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുക. അപ്പോൾ P3 എന്ന് പറയുമ്പോൾ ഹാഫ് ഫിൽഡ്. P6 കംപ്ലീറ്റ്ലി ഫിൽഡ്. D5 D10, അതുപോലെ എഫിൻ്റെ കേസിലാകുമ്പോൾ F7 F14. ഈ കോൺഫിഗറേഷൻസ് ഒക്കെ എലമെൻസിൻ്റെ ആറ്റത്തിന് കൂടുതൽ സ്റ്റെബിലിറ്റി കൊടുക്കുന്നു എന്നുള്ള കാര്യം കൂടി നമ്മൾ ഓർമ്മിക്കുക. അപ്പോൾ അറ്റോമിക് സ്ട്രക്ചർ എന്നുള്ള ഈ പോർഷനിലുള്ള കാര്യങ്ങൾ നമ്മൾ ഏകദേശം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ.